IPL വിശേഷങ്ങളുമായി ഹാഷ്ടാഗ് ക്രിക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPLന്റെ 18ാം സീസണിൽ ഇന്ന് നടന്ന മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെ 36 റൺസിന് പരാജയപ്പെടുത്തി ഈ സീസണിലെ തങ്ങളുടെ ആദ്യ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇതോടെ മുംബൈ ഇന്ത്യൻസ് കളിച്ച 2 കളിയിലും പരാജയപ്പെട്ടു പോയിന്റ് പട്ടികയിൽ താഴെയായി. ഇന്ന് ടോസ് ലഭിച്ച മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യ ഗുജറാത്തിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ആ തീരുമാനം ചെറുതായിട്ടൊന്ന് പാളിയ കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 196 റൺസ് നേടി. നായകൻ ശുഭ്മാൻ ഗില്ലും സായി സുദർശനും ചേർന്ന് 78 റൺസിന്റെ നല്ലൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് GTക്ക് സമ്മാനിച്ചത്. പഞ്ചാബ് കിങ്സിനെതിരെ അർദ്ധ സെഞ്ചുറി നേടിയ സായി സുദർശൻ ഇത്തവണയും അർദ്ധ സെഞ്ചുറി നേടി GTയുടെ ടോപ്പ് സ്കോററായി. 41 പന്തിൽ 4 ഫോറും 2 സിക്സും അടക്കം 63 റൺസാണ് സുദർശന്റെ സംഭാവന. നായകൻ ശുഭ്മാൻ ഗിൽ 27 പന്തിൽ 38 റൺസും വിക്കറ്റ് കീപ്പർ ജോസ് ബട്ട്ലർ 24 പന്തിൽ 39 റൺസും റുദർഫോർഡ് 11 പന്തിൽ 18 റൺസും നേടി. ബാക്കി ആർക്കും തന്നെ തിളങ്ങാനായില്ല. മുംബൈക്ക് വേണ്ടി നായകൻ ഹാർദിക് പാണ്ഡ്യ മികച്ച ബൌളിംഗ് ആയിരുന്നു നടത്തിയത്. 4 ഓവറിൽ 29 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് നേടി. ട്രെന്റ് ബോൾട്ട്, ദീപക് ചാഹർ, മുജീബ് റഹ്മാൻ, സത്യനാരായണ രാജു എന്നിവർ ഓരോ വിക്കറ്റുകൾ വീതവും വീഴ്ത്തി. അങ്ങനെ GTയുടെ ഇന്നിംഗ്സ് 196-ന് 8 എന്ന നിലയിൽ അവസാനിച്ചു. 197 റൺസ് വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ മുംബൈക്ക് രോഹിത് ശർമ്മയെ തുടക്കം തന്നെ നഷ്ടമായി. മുഹമ്മദ് സിറാജ് എറിഞ്ഞ ആദ്യ ഓവറിൽ തുടരെ 2 ബൗണ്ടറികൾ നേടിയതിനു ശേഷം 4ാമത്തെ പന്തിൽ ക്ലീൻ ബോൾഡായി രോഹിത് ശർമ്മ പുറത്തായി. കഴിഞ്ഞ CSKയുമായുള്ള മത്സരത്തിൽ ഡക്കിൽ പുറത്തായ രോഹിത് ശർമ്മ ഇത്തവണ വെറും 8 റൺസ് മാത്രമാണ് നേടിയത്. പിന്നാലെ മുഹമ്മദ് സിറാജ് റിയാൻ റക്കൽട്ടന്റെയും കുറ്റിതെറിപ്പിച്ചു അദ്ദേഹത്തെയും പുറത്താക്കി. ഇന്ന് മുംബൈക്ക് വേണ്ടി ബാറ്റിംഗിൽ തിളങ്ങിയത് സൂര്യകുമാർ യാദവും തിലക് വർമ്മയുമാണ്. സൂര്യകുമാർ യാദവ് 28 പന്ത് നേരിട്ട് 1 ഫോറും 4 സൂപ്പർ സിക്സും അടക്കം 48 റൺസും, തിലക് വർമ്മ 36 പന്തിൽ 3 ഫോറും 1 സിക്സും അടക്കം 39 റൺസും നേടി. അവസാന ഓവറുകളിൽ നമാൻഡിറും മിച്ചൽ സാനറും ചേർന്ന് ചെറിയൊരു പോരാട്ടം നടത്തിയത് കൊണ്ട് മാത്രം തോൽവിയുടെ ഭാരം കുറയ്ക്കാൻ സാധിച്ചു. ഗുജറാത്തിന് വേണ്ടി മുഹമ്മദ് സിറാജും പ്രസിദ്ധ് കൃഷ്ണയും ഉജ്ജ്വല ബൌളിംഗ് പ്രകടനമാണ് നടത്തിയത്. ഇവരുടെയും ബൌളിംഗ് ആണ് ഇന്ന് GTക്ക് അനായാസം വിജയം സമ്മാനിച്ചത്. മുഹമ്മദ് സിറാജ് 4 ഓവറിൽ 34 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് നേടിയപ്പോൾ പ്രസിദ്ധ് കൃഷ്ണ 4 ഓവർ എറിഞ്ഞ് 48 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റും നേടി. കൂടാതെ സായി കിഷോറും കാഗിസോ റബാഡയും ഓരോ വിക്കറ്റുകൾ വീതം വീഴ്ത്തി. അങ്ങനെ മുംബൈ ഇന്ത്യൻസിനെ 36 റൺസിന് തോൽപ്പിച്ചു ആദ്യ ജയം നേടിയിരിക്കുകയാണ് GT.